അപ്പോൾ ഇതിൽ ഹൈബ്രിഡ് ആയപ്പോഴത്തേക്കും വന്നിട്ടുള്ള കുറച്ച് പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഹേ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഏകദേശം 20 ദിവസത്തിൽ കൂടുതലായിട്ടുണ്ടല്ലേ. അപ്പം ആ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ലപ്പ് ചെയ്യണമെങ്കിൽ നമുക്കൊരു നല്ലൊരു വീഡിയോ തന്നെ വേണം. മാത്രമല്ല, ഞാനൊരു പുതിയ വണ്ടി റിവ്യൂ ചെയ്തിട്ടും കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ നമുക്കിന്നൊരു പുതിയ വണ്ടിയുടെ റിവ്യൂ ആണ് നോക്കാനുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് മോട്ടോർ സൈക്കിളാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ളത്. ഏതാണല്ലേ, നമ്മുടെ യമഹയുടെ FCS FI ഹൈബ്രിഡ്. അപ്പോൾ ആ ഒരു മോഡലാണ് ഇന്ന് എൻ്റെ കൈവശം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ യമഹയുടെ FCS FI ഹൈബ്രിഡ് മോഡൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈബ്രിഡ് മോട്ടോർ സൈക്കിളാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസായിട്ട് കടക്കും മുന്നേ ആളുകൾക്കെല്ലാം ഒരു സംശയമുള്ള കാര്യമാണ് എന്താണ് ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്നുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒന്നിൽ കൂടുതൽ എനർജി സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓടുന്ന ഏതൊരു വാഹനങ്ങളെയും നമുക്ക് ഹൈബ്രിഡ് മോഡൽ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പ്രവർത്തന രീതികളും കാര്യങ്ങളൊക്കെ പിന്നീട് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ള കണ്ടുപോകാം. നമ്മുടെ FCS വെർഷൻ 4 എങ്ങനെയാണ് വണ്ടി, അതേ സെയിം ലുക്കിലുള്ള അതേ സെയിം ഡിസൈൻസിലൊക്കെ ഉള്ളൊരു വണ്ടി തന്നെയാണ് നമ്മുടെ പുതിയ ഹൈബ്രിഡ് മോഡലും. അതിൽ വേറെ വ്യത്യാസമുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഹൈബ്രിഡ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അതിൻ്റെ ഫ്യൂച്ചേഴ്സിലും കാര്യങ്ങളൊക്കെ കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വണ്ടിയുടെ ഫ്രണ്ട് ആ ഒരു ലുക്ക് പോർഷൻ നമുക്ക് കണ്ടുപോകാം. ഓക്കെ, നമ്മുടെ ഫ്രണ്ട് ആ പോർഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ മുമ്പുണ്ടായിരുന്ന FCS വെർഷൻ 4ൻ്റെ അതേ ലുക്സും കാര്യങ്ങളും തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ ഭാഗമാണെങ്കിലും അതിൻ്റെ DRLs ആണെങ്കിലും എല്ലാം LED തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് നമ്മുടെ ടെലിസ്കോപ്പിക് ഫോർക്ക് കാണാനായിട്ട് പറ്റും. അലോയ്സ് എല്ലാം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പഴയ ഡിസൈൻസുള്ള അതേ അലോയ്സ് തന്നെയാണ് ഈ ഒരു മോഡൽസിനും അവർ കവർപ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഫ്രണ്ടിൽ വലിയ പ്രത്യേകതകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് വശങ്ങളിലോട്ടുള്ളൊരു ഡീറ്റെയിലിംഗ് നോക്കുകയാണെങ്കിൽ അതേ സെയിം ഡിസൈൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞാൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നേരത്തെ കൊടുത്തതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ടാങ്കിൻ്റെ പാനലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അവർ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഈ ഒരു മോഡൽസ് കൊണ്ട് കൊടുത്തിട്ടുള്ളത്. അതൊരു സ്പെഷ്യാലിറ്റിയാണ് ഈ ഒരു മോഡൽ. ഓക്കെ, നേരത്തെ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള പ്രൊഫൈലിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഡിഫറൻസ് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ എക്സോസിൻ്റെ ഭാഗമാണെങ്കിൽ എല്ലാം അതേ സെയിം വെർഷൻ 4 അതേ ഡിസൈൻസ് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡ് ഗ്രാഫിക്സിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ ഒരു കളർ വെർഷൻ എന്ന രീതിയിൽ അതിൻ്റെ സൈഡ് ഗ്രാഫിക്സിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നല്ലാതെ വേറെ ഡിഫറൻസും കാര്യങ്ങളൊന്നും സൈഡ് പ്രൊഫൈലും ഇല്ല. അതുപോലെ തന്നെ ബാക്ക് സൈഡിലാണെങ്കിൽ നമുക്ക് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സെയിം പഴയ വെർഷൻ 4ൻ്റെ ലുക്ക് തന്നെയാണ്. മെയിനായിട്ടുള്ളത് കുറച്ച് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളിലാണ്. അതിൽ ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഹൈബ്രിഡ് ആണെന്നുള്ളത്. രണ്ടാമത്തെ കേസ് നമ്മുടെ ഇതിൻ്റെ TFT ഡിസ്പ്ലേയുടെ അതിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ ഒരുപാട് സ്വിച്ചസും കാര്യങ്ങളും എക്സ്ട്രാ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ ഹൈബ്രിഡ് മോഡലിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കാണുന്ന ഒരു ബ്ലൂ കളർ ഒരു ഷെയ്ഡാണ്. ഇവിടെ ഒരു പാനൽ പോലെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബ്ലൂ കോർ ഹൈബ്രിഡ് എന്ന് പറയും. അതുകൊണ്ടാണ് ഇവിടെ ഒരു ബ്ലൂ കളർ അവർ അതിനെ സൂചിപ്പിക്കുന്ന ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പവർ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് 149 cc വരുന്ന എയർ കൂൾഡ് എഞ്ചിൻ തന്നെയാണ്. പഴയ വണ്ടിയിലുണ്ടായിരുന്ന അതേ സെയിം തന്നെയാണ്. 7250 RPM 12.4 PS പവറും 5500 RPM 13.3 Nm ടോർക്കുമാണ് ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഹൈബ്രിഡ് ആയപ്പോഴത്തേക്കും വന്നിട്ടുള്ള കുറച്ച് പ്രത്യേകതകൾ എന്ന് പറയുന്നത് SMG സിസ്റ്റം എന്ന് പറയും. അതായത് സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ സിസ്റ്റം ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് സിസ്റ്റം ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ ഒരു ഓടിച്ചുകൊണ്ട് നമ്മൾ സിഗ്നലൊക്കെ എത്തുന്ന സമയത്ത് വണ്ടി നമ്മൾ നിർത്തി കഴിയുമ്പോഴത്തേക്കും വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും. അത് കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കുറയും, മൈലേജ് കൂടുതൽ കിട്ടും. സോ അങ്ങനത്തെ പ്രത്യേകതകളൊക്കെയാണ് നമ്മുടെ ഹൈബ്രിഡ് മോഡൽസിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂട്ടർ സെഗ്മെൻറ്റ്സിലുണ്ട്, നമ്മുടെ ബൈക്ക് സെഗ്മെൻറ്റ്സിൽ ഇതിപ്പം നമ്മുടെ ഈ ഒരു മോഡലാണ് ആദ്യമായിട്ട് വരുന്നത്. പിന്നെ നേരെ പിൻഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ വണ്ടിയിലുണ്ടായിരുന്ന പോലെ തന്നെ മോണോ ഷോക്കപ്സ് തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ പഴയ വണ്ടിയുടെ അതേ സംഭവം ലുക്കും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഹൈബ്രിഡ് മോഡൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുമ്പോഴത്തേക്കും 165 ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് കേട്ടോ. വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 138 കിലോയാണ് വണ്ടിയുടെ ടോട്ടൽ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൽ മെയിനായിട്ട് നോക്കാനുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ക്ലസ്റ്റർ ഭാഗത്താണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇനി മെയിനായിട്ട് നോക്കാനുള്ള ക്ലസ്റ്റർ ഭാഗത്താണ്. ക്ലസ്റ്റർ ഭാഗത്ത് പറയുമ്പോൾ നമുക്ക് കീ ഓണാക്കണം. കീ ഓണാക്കുന്നത് ഇവിടെ ടാങ്കിൻ്റെ ഭാഗത്താണ് ഈ ഒരു കീ കൊടുക്കുന്നത്. അപ്പോൾ ടാങ്ക് എത്ര ലിറ്റർ എന്ന് അറിയണ്ടേ? 13 ലിറ്ററിന്, പഴയതുപോലെ തന്നെ 13 ലിറ്ററിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലസ്റ്റർ ഓണാക്കി നോക്കാം. യെസ്, വളരെ മനോഹരമായിട്ടുള്ള 4.2 ഇഞ്ചിൻ്റെ ഒരു കളർ TFT ഡിസ്പ്ലേ ആണ് ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല നമുക്കിതിനകത്ത് ഒരുപാട് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ അവർ പുതിയ വണ്ടിക്ക് ഹൈബ്രിഡിന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നമുക്ക് ഒരുപാട് സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോളൊക്കെ ഉള്ളൊരു മോഡലാണ്. നമുക്ക് ഹസാർഡ് സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വണ്ടിയിൽ എന്ന് പറയുമ്പോൾ നോക്കിയോളൂ, ഡിസ്പ്ലേ കാണിച്ചു തരാം. കണ്ടോ, നമുക്കിതിനകത്ത് സെറ്റിങ്സ് ഒരുപാട് കാര്യങ്ങൾ, മ്യൂസിക്, നാവിഗേഷൻ, കോൾ അലർട്ട്, SMS അങ്ങനെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും നമ്മളെ പുതിയ വണ്ടിക്ക് അവർ
കൊടുത്തിട്ടുണ്ട് കേട്ടോ വൺ സെറ്റപ്പിലാണ് അവർ പുതിയ സംഭവം അവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് വണ്ടി പോയി ഇതിപ്പം ഏത് ഗിയറിലാണ് കിടക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കാണിക്കും. അത്തരത്തിലാണ് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്ന രീതിയിലാണ് പുതിയ TFT ഡിസ്പ്ലേ അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിൽ സ്റ്റാൻഡ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. സ്റ്റാൻഡ് മാറ്റി കഴിഞ്ഞാൽ വണ്ടി ഓണാണ്. അപ്പോൾ നോർമലി ചില വണ്ടികൾക്ക് ഇല്ലാത്ത സാധനം ഇപ്പോൾ ഈ വണ്ടിയിലും അവർ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. റൈറ്റ് സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമുക്ക് ഇത് കിൽ സ്വിച്ച് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് വളരെ സൈലൻറ്റ് സ്റ്റാർട്ടിംഗ് സിസ്റ്റമാണ് ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മുടെ ഹൈബ്രിഡ് മോഡൽസിൻ്റെ പ്രത്യേകത. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വണ്ടി സ്റ്റാർട്ടാവുന്ന രീതി നിങ്ങൾ നോക്കിയോളൂ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി, വണ്ടി സ്റ്റാർട്ടാവും. പണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒരു എഞ്ചിൻ്റെ ആയിരുന്നു നല്ല രീതിയിലൊരു ഒരു ക്രാങ്കിങ് ഉണ്ടാവും. അത്തരത്തിലൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് വണ്ടി സ്റ്റാർട്ടാവും. ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് മോഡൽസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമുക്കിതാ ഈ ഒരു ഭാഗത്ത് ഒരു സ്വിച്ച് കാണാൻ പറ്റും, ഓഫ് ഓൺ എന്ന രീതിയിൽ. ഇതെന്താണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ വണ്ടി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സിഗ്നലുകളിലൊക്കെ നിൽക്കുമ്പോൾ ഓഫാവുന്ന ഓണാവുന്ന മെത്തേഡുണ്ടല്ലോ, അതൊക്കെ നമുക്ക് മാനുവലി നമുക്ക് ഓഫാക്കാനും ഓണാക്കി ഇടാനും പറ്റാനുള്ളൊരു ഓപ്ഷൻസാണ് ഈ ഒരു വണ്ടിയിൽ അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ യമഹയുടെ വൈ കണക്ട് ആപ്പ് മുഖാന്തരമാണ് നമുക്ക് ഇതിൻ്റെ നാവിഗേഷൻസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം അത് നോർമലി നേരത്തെ ഉണ്ടായിരുന്ന വണ്ടികളിലും അങ്ങനെ തന്നെയാണ്. യമഹ വൈ കണക്റ്റാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം ഇതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇതിന് എത്ര രൂപ ഓൺ റോഡ് വരുന്നുള്ള ഡീറ്റെയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഈ ഹൈബ്രിഡ് മോഡൽ വരുന്ന ഓൺ റോഡിങ് പ്രൈസ് എന്ന് പറയുന്ന 1,79,500 രൂപയാണ് ഈ വണ്ടിയുടെ ഓൺ റോഡിങ് പ്രൈസ് എന്ന് പറയുന്നത്. നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് ഓപ്ഷനായിട്ടൊക്കെ ഇപ്പോൾ വരുന്നത് ഏകദേശം ഒരു 25 റേഞ്ചൊക്കെ, ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് 25 റേഞ്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇപ്പോൾ നിലവിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ FI ഹൈബ്രിഡിൻ്റെ ഡീറ്റെയിലാണ് നമ്മൾ നോക്കിയത്. നമ്മുടെ പഴയ വെർഷൻ 4 നിന്നും ഈ ഹൈബ്രിഡിലോട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് മാറ്റങ്ങളൊക്കെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. ലുക്ക് ബേസിലല്ല, അതിൻ്റെ ഫീച്ചേഴ്സ് ബേസും ബാക്കി കാര്യങ്ങൾ വെച്ചിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റിവ്യൂ ഒന്ന് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒന്നുകൂടി എന്താണ് ഹൈബ്രിഡ്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒന്നിൽ കൂടുതൽ എനർജി സോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓടുന്ന ഏതൊരു വാഹനത്തെയും നമുക്ക് ഹൈബ്രിഡ് എന്ന് പറയാം. അപ്പോൾ ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞില്ല, എഞ്ചിൻ എന്നതിന് പുറമേ സെപ്പറേറ്റ് ഒരു ബാറ്ററി മോട്ടർ ഭാഗങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട്. ഇതൊരു എഞ്ചിൻ വണ്ടിയാണ്, ഇലക്ട്രിക് വണ്ടിയല്ല. പക്ഷേ ഇതിന് എന്താണുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോയി നമ്മൾ സിഗ്നൽ നിൽക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ എഞ്ചിൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മാനുവലി ഓഫ് ആക്കണം, ഇല്ല നമ്മൾ ആ എഞ്ചിൻ അങ്ങനെ സ്റ്റാർട്ടിൽ നിർത്തിയിരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഇത്ര ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ വണ്ടീനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ നമ്മളൊരു സിഗ്നൽ നിന്ന് കഴിഞ്ഞാൽ വണ്ടീനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. പക്ഷേ എഞ്ചിൻ ഓഫായി, അപ്പം എഞ്ചിൻ ഓഫ് ആവുന്നുണ്ട്. പക്ഷേ നമുക്ക് വീണ്ടും വണ്ടി ഓണാക്കാനായിട്ട് വീണ്ടും നമ്മൾ സെൽഫ് അടിച്ച് അതിനെ വീണ്ടും ക്രാങ്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് വണ്ടി ക്ലച്ച് പിടിക്കുകയോ അല്ലെങ്കിൽ ആക്സിലേറ്റ് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി സ്റ്റാർട്ടിങ്ങിലോട്ട് വന്ന് വണ്ടി മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇതിലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ എഫിഷ്യൻസി കുറവായിരിക്കും, മൈലേജ് കൂടുതൽ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിപ്പം മാർക്കറ്റിൽ ഹൈബ്രിഡ് വണ്ടികളും വരുന്നത്. സോ ഇലക്ട്രിക് വണ്ടികൾ എന്നതിലൂടെ തന്നെ നമ്മുടെ ഹൈബ്രിഡ് വണ്ടികളും മാർക്കറ്റിൽ പല രീതിയിൽ കമ്പനി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് നമുക്ക് ഫ്യൂച്ചറിൽ ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക. എന്തായാലും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവാൻ പോസിബിലിറ്റി ഉള്ളൊരു മോഡൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു FCS ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.